വിപ്ലവകരമായ പുരോഗതി ഉണ്ടാക്കിയ ഒരു ഉപകരണമാണ് ടെലിഫോൺ. ഈ ഒരൊറ്റ കണ്ടുപിടുത്തത്തിലൂടെ തന്നെ അലക്സാണ്ടർ ഗ്രഹാം ബെൽ ചരിത്രത്തിൽ അനശ്വര സ്ഥാനം നേടി. ടെലിഫോൺ മാത്രമല്ല, ഇന്നത്തെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളുടെ മുൻഗാമിയായ ഫോട്ടോഫോൺ, മെറ്റൽ ഡിറ്റക്ടറിന്റെ ആദ്യ രൂപമായ ഇൻഡക്ഷൻ ബാലൻസ് എന്നിവ കണ്ടുപിടിച്ചതും അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആയിരുന്നു. സ്കോട്ട്ലൻഡിലെ എഡിൻബർഗിൽ 1847 മാർച്ച് 3-നാണ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ ജനിച്ചത്. പ്രസംഗ പരിശീലകനും ബധിരരെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ട്രെയിനറുമായിരുന്ന അലക്സാണ്ടർ മെൽവിൻ ബെൽ ആയിരുന്നു പിതാവ്. എഡിൻബറോ സ്കൂളിലും സർവകലാശാലയിലുമായിരുന്നു പഠനം. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉപരിപഠനം പൂർത്തിയാക്കി. ഇക്കാലത്ത് ഗ്രഹാം ബെല്ലിന്റെ 3 സഹോദരങ്ങൾ ക്ഷയരോഗബാധയാൽ മരണമടഞ്ഞു. ക്ഷയരോഗം പിടിപെട്ട് ബെൽ ചികിത്സയ്ക്കായി കാനഡയിലേക്കും തുടർന്ന് അമേരിക്കയിലേക്കും കുടിയേറി. ബോസ്റ്റണിൽ അദ്ദേഹം ഒരു ബധിര വിദ്യാലയം തുടങ്ങി. മനുഷ്യന്റെ വാക്കുകൾ വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റിയാൽ ബധിരർക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന ചിന്തയിലാണ് ഗ്രഹാം ബെൽ ഗവേഷണം തുടങ്ങുന്നത്. കമ്പിയിൽ കൂടി പോകുന്ന കറന്റ് ശബ്ദ തരംഗങ്ങളെ വഹിച്ചുകൊണ്ടുപോകണമെങ്കിൽ അത് വായുവിനെ പോലെ ശബ്ദ തരംഗങ്ങളെ വഹിക്കുവാൻ കഴിവുള്ളതായിരിക്കണം. സംസാരത്തിന്റെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് ഇലക്ട്രിക് കറന്റിലും ഏറ്റക്കുറച്ചിലുണ്ടാകണം. സഹായിയായ വാട്സണും ബെല്ലും കൂടി അതിനുള്ള ട്രാൻസ്മിറ്ററും റിസീവറും ഉണ്ടാക്കിയെടുത്തു. 2 മുറിയിലിരുന്ന് ബെല്ലും വാട്സണും പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കെ അബദ്ധത്തിൽ ബാറ്ററിയിലെ ആസിഡ് ബെല്ലിന്റെ വസ്ത്രത്തിൽ വീണു. സഹായത്തിനായി ബെൽ അടുത്ത മുറിയിലെ വാട്സണെ വിളിച്ചു. "മിസ്റ്റർ വാട്സൺ, ഇവിടെ വരൂ." കമ്പിച്ചുരുളിലൂടെ സഞ്ചരിച്ച് ആ വിളി വാട്സൺ ഇരുന്ന മുറിയിലെ റിസീവറുടെ പുറത്തു വന്നു. അതായിരുന്നു വാർത്താവിനിമയ രംഗത്ത് പുതിയ യുഗം തുറന്ന ആദ്യത്തെ ടെലിഫോൺ വിളി. പ്രകാശരശ്മികൾ ഉപയോഗിച്ച് ശബ്ദം സംപ്രേഷണം ചെയ്യുന്നതിനുള്ള ഉപകരണമാണ് ഫോട്ടോഫോൺ. ടെലിഫോൺ അല്ല, ഫോട്ടോഫോൺ ആണ് തന്റെ പ്രധാന കണ്ടുപിടുത്തമെന്നാണ് ബെൽ അവകാശപ്പെട്ടിരുന്നത്. ഇന്നത്തെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളുടെയും ലേസർ വാർത്താവിനിമയ സംവിധാനത്തിന്റെയും മുൻഗാമിയായി ഫോട്ടോഫോണിനെ കണക്കാക്കാം. റൈറ്റ് സഹോദരന്മാർ വിമാനം പറത്തി. അല്പകാലം കഴിഞ്ഞപ്പോൾ ബെല്ലും സ്വന്തം നിലയ്ക്ക് വിമാനം പറത്തി. വെള്ളത്തിൽ തൊട്ടു തൊട്ടില്ലെന്ന മട്ടിൽ കുതിച്ചുപായുന്ന ഹൈഡ്രോഫോയിൽ യന്ത്രങ്ങൾ പരിഷ്കരിച്ച് കുറ്റമറ്റതാക്കിയതും ബെല്ലാണ്. ശ്വസന തകരാറു മൂലം മകൻ മരിച്ചപ്പോൾ ശ്വസനത്തെ സഹായിക്കുന്ന ഒരു യന്ത്ര ഉടുപ്പ് ബെൽ ഉണ്ടാക്കി. 1950-കളിൽ പോളിയോ ബാധിതർക്ക് വേണ്ടി ഇത് ഉപയോഗിക്കപ്പെട്ടു. ബധിര വിദ്യാലയത്തിന്റെ ഖ്യാതി പരന്നതോടെ ബോസ്റ്റൺ സർവകലാശാല അധികാരികള് ബെല്ലിനെ തേടിയെത്തി. അവിടുത്തെ സംസാര ശരീരശാസ്ത്ര അധ്യാപകനാകാൻ ബെല്ലിനെ ക്ഷണിച്ചു. ബധിരരെ സഹായിക്കുന്ന ഒരു ഉപകരണം വികസിപ്പിക്കാനുള്ള ഗവേഷണ സൗകര്യവും ചെയ്തു കൊടുത്തു.